ഈ സദസ്സിനെ അഭിമുഖീകരിക്കാൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തർ അവർകളെ ക്ഷണിച്ചുകൊള്ളും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിസീന ബിറല്ലാഹ് വമൻ അഹ്സനു ഖൗലൻ മിമൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥനായ ഏകനായ സ്രഷ്ടാവ് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. ഐസിസ്, അൽ-ഖായിദ മുതലായ ഭീകര പ്രസ്ഥാനങ്ങളെ ആരാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചതെന്നും എന്ത് ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് അവർ ഇത് സൃഷ്ടിച്ചതെന്നും എന്തുകൊണ്ടാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാത്തതെന്നും ആരാണ് യഥാർത്ഥത്തിൽ ഐസിസ്, അൽ-ഖായിദ ഭീകരരുമായിട്ട് കരയുദ്ധത്തിലൂടെ നേരിട്ട് ഏറ്റുമുട്ടുന്നതെന്നും ഐസിസ്, അൽ-ഖായിദ ഭീകരരുടെ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ 99% ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നും എങ്ങനെയാണ് ഈ ഭീകരരെ പരാജയപ്പെടുത്തേണ്ടതെന്നെല്ലാമുള്ള പ്രസക്തമായ ചോദ്യങ്ങളോടുകൂടിയുള്ള അതിന് വിശദീകരണം നൽകിക്കൊണ്ടുള്ളൊരു പ്രഭാഷണം ഒരു മാസത്തിന് മുൻപ് ഞാൻ എറണാകുളത്തിൻ്റെ അടുത്ത് ആലുവയിൽ നടത്തുകയുണ്ടായി. അതിൽ ഞാൻ ആദ്യമായി ചോദ്യം ചോദിച്ചുകൊണ്ട് വിശദീകരിച്ചത് ആരാണ് യഥാർത്ഥത്തിൽ ഐസിസ്, അൽ-ഖായിദ മുതലായ ഭീകര പ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ചത് എന്നതാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഭാര്യയും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കീഴിൽ ആദ്യത്തെ ടേമിൽ ആദ്യത്തെ 4 വർഷങ്ങളിൽ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന ഉന്നത പദവി അലങ്കരിച്ച, അതുപോലെ തന്നെ ഈ നവംബറിൽ അമേരിക്കയിൽ നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റായ ഹില്ലറി ക്ലിന്റന്റെ നാവിലൂടെ ഞങ്ങളാണ് അൽ-ഖായിദയെ സൃഷ്ടിച്ചതെന്ന വാക്കുകൾ ആ സദസ്സിനെ ഞാൻ കേൾപ്പിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ പ്രസിഡന്റ് ബറാക് ഒബാമയും അദ്ദേഹത്തിൻ്റെ കീഴിലെ ആദ്യത്തെ ടേമിൽ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന ഉന്നത പദവി അലങ്കരിച്ചിരുന്ന ഹില്ലറി ക്ലിന്റനുമാണ് ഐസിസ് എന്ന ഭീകര പ്രസ്ഥാനത്തെ സൃഷ്ടിച്ചതെന്ന യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ, റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളും സദസ്സിനെ ഞാൻ കേൾപ്പിച്ചു. എന്നിട്ട് ഞാൻ അവരോട് മൂന്നാമതായിട്ട് വിശദീകരിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങളെ അവർ സൃഷ്ടിച്ചത് എന്നതാണ്. ഓരോ വർഷവും അമേരിക്കയും അതുപോലെ തന്നെയുള്ള വൻ ശക്തികളും ബില്യൺ കണക്കിന് ഡോളറുകളാണ് പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കാനും നിർമ്മിക്കാനും ചെലവഴിക്കുന്നത്. ഇങ്ങനെ വർഷങ്ങൾ ഇത്തരത്തിലുള്ള ബില്യൺ കണക്കിന് ഡോളറുകൾ അവർ ചെലവഴിച്ചാൽ അവരുടെ സമ്പദ് വ്യവസ്ഥ പാപ്പരായി പോകും. അതില്ലാതിരിക്കാൻ അവർ ചെയ്യുന്നത് കാലഹരണപ്പെട്ട ആയുധങ്ങൾ വിറ്റഴിക്കുകയാണ്. ആ കാലഹരണപ്പെട്ട ആയുധങ്ങൾ വാങ്ങാൻ ആളുകളും ആവശ്യക്കാരും വേണമെങ്കിൽ ഭീകര പ്രസ്ഥാനങ്ങൾ വേണം, യുദ്ധങ്ങൾ വേണം, സംഘർഷങ്ങൾ വേണം. ഇതെല്ലാം വസ്തുതകളുടെയും ചരിത്ര പശ്ചാത്തലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാനൊന്ന് വിശദീകരിച്ചു. മൂന്നാമതായിട്ട് ഞാൻ വിശദീകരിച്ചത് എന്തുകൊണ്ടാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വൻ ശക്തിയായ ആയുധശക്തിയായ അമേരിക്കക്കും ബ്രിട്ടനും ഫ്രാൻസിനും ജർമ്മനിക്കും കഴിഞ്ഞ 15 വർഷങ്ങൾ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ടും പരാജയപ്പെടുത്താത്തതെന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു. അതിന് ഞാൻ വിശദീകരണം നൽകിയത് പരാജയപ്പെടുത്താനുള്ള ഉദ്ദേശ ലക്ഷ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇസ്ലാമിക് ടെററിസം എന്ന ടാഗ്, ലേബൽ ഈ ഭീകര പ്രസ്ഥാനങ്ങൾക്കും അവരും മാധ്യമങ്ങളും കൂടി കരുതിക്കുട്ടി നൽകിയത്. കാരണം ഒരു കൂട്ടം ഭീകരരെ കൊന്നൊടുക്കുക എളുപ്പമാണ്. പക്ഷെ അവരെ കൊന്നൊടുക്കുമ്പോഴും ഇസ്ലാം എന്തെന്നറിയാത്ത, ഖുർആനിക പ്രവാചക കൽപ്പനകൾ പഠിച്ചിട്ടില്ലാത്ത, ഭീകരരുടെ വെബ്സൈറ്റുകളിൽ നിന്നും തെറ്റായ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ചെറുപ്പക്കാർ പിന്നെയും പിന്നെയും വരണം. മദ്യശാലകളിലും വ്യഭിചാരശാലകളിലും നഗ്നനൃത്ത കേന്ദ്രങ്ങളിലും കയറിയിറങ്ങിയ ചെറുപ്പക്കാരാണ് പലപ്പോഴും ചാവേറുകളായി തീരുന്നതെന്ന് FBI-യുടെയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് ആയിട്ടുള്ള MI5-ൻ്റെയും വക്താക്കൾ അവരെ സംബന്ധിച്ച് പഠനത്തിന് വിധേയമാക്കിയിട്ട് പറയുകയുണ്ടായി. ഈ 3 കാര്യങ്ങളും വിശദീകരിച്ചിട്ട് ഞാൻ സദസ്സിനോട് പറഞ്ഞത് പാശ്ചാത്യ ശക്തികളുടെ ആയുധ കച്ചവടത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഐസിസ്, അൽ-ഖായിദ മുതലായ
ഭീകര പ്രസ്ഥാനങ്ങളുടെ ചാവേറുകളായി അധപ്പതിക്കേണ്ടവരെല്ലാം മുസ്ലിങ്ങളെന്ന യാഥാർത്ഥ്യമാണ് മുസ്ലിം യുവാക്കളെ നാം നിരന്തരം ഓർമ്മപ്പെടുത്തേണ്ടത്. പിന്നീട് ഞാൻ വിശദീകരിച്ചത് ആരാണ് യഥാർത്ഥത്തിൽ ഐസിസ് അൽഖായിദക്കാരുമായിട്ട് കരയുദ്ധത്തിലൂടെ ധീരമായിട്ട് പോരാടുന്നത്. 99% മുസ്ലിങ്ങളാണ്. കാരണം ഈ പോരാട്ടങ്ങൾ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും ലിബിയയിലുമെല്ലാമാണ്. പോരാടുന്നവരും മരിക്കുന്നവരും മുസ്ലിങ്ങൾ. എന്നിട്ടാണ് യാതൊരു ലജ്ജയുമില്ലാതെ മുസ്ലിങ്ങളെ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നുമെല്ലാം വിളിച്ച് ലോകമാധ്യമങ്ങളും ചില ഭരണകർത്താക്കളും ആക്ഷേപിക്കുന്നത്. ഇതും നമ്മുടെ ചെറുപ്പക്കാരെ നിരന്തരമായി നാം ഓർമ്മപ്പെടുത്തണം. അടുത്തതായിട്ട് ഞാൻ വിശദീകരിച്ചത് ഈ ഐസിസ് അൽഖായിദക്കാരുടെ ഭീകര അക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ 99% ഏത് മതവിഭാഗക്കാരാണ്? മുസ്ലിങ്ങളാണ്. അവർ കൊന്നൊടുക്കുന്നവരിൽ 99% മുസ്ലിങ്ങൾ. അവർ തകർക്കുന്ന ആരാധനാലയങ്ങളിൽ 99% മസ്ജിദുകൾ. അവർ അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ. അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇസ്ലാമിനെയും ഖുർആനെയും മുസ്ലിങ്ങൾ. അവരാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. അവരാണ് നമ്മുടെയും ഏറ്റവും വലിയ ശത്രുക്കൾ. ഈ യാഥാർത്ഥ്യമാണ് മുസ്ലിം ചെറുപ്പക്കാരെ നാം ഓർമ്മപ്പെടുത്തേണ്ടത്. അവസാനമായി ഞാൻ പറഞ്ഞത്, ഖുർആനിക പ്രവാചക കൽപ്പനകൾ നാം പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ ഭീകരതയെയും തീവ്രവാദത്തെയും വർഗീയതയെയും എതിർക്കുന്ന, നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെയും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നതിനെയും നിർബന്ധ മതപരിവർത്തനം നടത്തുന്നതിനെയും എതിർക്കുന്ന ഒട്ടനവധി വചനങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഭീകരതയെ ചെറുക്കാനെന്നത്. എൻ്റെ ഈ പ്രഭാഷണം യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, മായൻകുട്ടി മേത്തർ. ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലും അതിൻ്റെ ലിങ്കുണ്ട്. ഇത് സമയമുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം, വിശകലനം ചെയ്യണം. ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം അതിനെ സംബന്ധിച്ച് കൂടുതൽ നിങ്ങൾ പഠനവിധേയമാക്കിക്കൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ഇത് മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഭീകരതയെ നമുക്ക് പരാജയപ്പെടുത്താനുള്ള വലിയൊരു സംഭാവന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നെയും നിങ്ങളെയും കൊണ്ട് ഒരാളെയെങ്കിലും ഈ ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് ചേരുന്നത് തടയാൻ സാധിച്ചാൽ അതായിരിക്കും ഞാനും നിങ്ങളും മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും മനുഷ്യ സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവന. ഏതായാലും ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സമകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും ദേശവിരുദ്ധ നിലപാടുകളുടെയും അപകടങ്ങളെ സംബന്ധിച്ച് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും നിരന്തരം പ്രചരണങ്ങൾ നടത്തിയ പാരമ്പര്യമാണ് KNM-നും അതിൻ്റെ പോഷക സംഘടനകൾക്കുമുള്ളത്. ഇത്തരം പ്രചരണ വേദികളിൽ പലതവണ ഞാൻ ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും ദേശവിരുദ്ധ നിലപാടുകളുടെയും അപകടങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചും ഭരണഘടനയും നിയമങ്ങളും അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദേശസ്നേഹം പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരതയുടെയും തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും ദേശവിരുദ്ധ നിലപാടുകളുടെയും വിഷവിത്തുകൾ ഈ കേരള മണ്ണിൽ മുളക്കാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് അരനൂറ്റാണ്ടോളമായിട്ട് KNM ഈ അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശക്തമായ പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ സദ്ഫലമായിട്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ മനസ്സുകളിലും മനോഭാവങ്ങളിലുമാണ് ഭീകരതക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും വർഗീയതക്കെതിരെയും ദേശവിരുദ്ധ നിലപാടുകൾക്കെതിരെയുമുള്ള ശക്തമായ കാഴ്ചപ്പാടുണ്ടായിട്ടുള്ളത്. KNM-ന്റെ ഈ മഹത്തായ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ടാണ് സമീപകാലത്ത് കേരളത്തിൽ നിന്നും ചില ആളുകൾ, വിരലിലെണ്ണാവുന്ന ചില ആളുകൾ, ഐസിസ് എന്ന കൊടും ഭീകര സംഘടനയിലേക്ക് പലായനം ചെയ്തുവെന്ന സന്ദേഹത്തിൻ്റെ മറവിൽ KNM ഉൾപ്പെടെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനങ്ങളുടെ മേൽ സംശയത്തിൻ്റെ കരിനിഴൽ വീഴ്ത്താൻ ചില ആളുകളും ചില പ്രസ്ഥാനക്കാരും ചില അധികാര കേന്ദ്രങ്ങളും മാധ്യമങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നത്. ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും ഖബർ പൂജയുടെയും
പൗരോഹിത്യത്തിൻ്റെയും മതചൂഷണത്തിൻ്റെയും കരാളഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ വശങ്ങളുടെയും മാതൃഭാഷയിലെ ഹുതുബയുടെ പ്രാധാന്യത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ കേരള മുസ്ലിങ്ങളെ ഓർമ്മപ്പെടുത്താനും പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന മഹാപ്രസ്ഥാനമാണ് KNM. ആയിരത്തിൽ പരം അംഗങ്ങളും ലക്ഷക്കണക്കിന് അനുഭാവികളും 2000-ഓളം സ്ഥാപനങ്ങളുമുള്ള ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു നേതാവോ അറിയപ്പെടുന്നൊരു പ്രവർത്തകനോ ഇന്ന് വരെയും ഒരു ഭീകര തീവ്രവാദ വർഗീയ ദേശവിരുദ്ധ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. KNMൻ്റെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇന്ന് വരെയും ഒരു ബന്ധോ ഹർത്താലോ വഴിതടയലോ സമരമോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളോ അവർ നടത്തിയിട്ടില്ല. കണ്ണൂരിലെല്ലാം നടക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോയിട്ട് ആ കൊലപാതകങ്ങളുടെ പരമ്പര പോയിട്ട് ഒരു കൊലപാതകം KNMൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ പറയുന്ന കണ്ണൂരിലെല്ലാം ചില ആളുകളുടെ വീടുകളിൽ നാടൻ ബോംബുകൾ ഉണ്ടാക്കുകയും അത് പൊട്ടിത്തെറിച്ച് ഗൃഹനാഥന്മാർ മരിച്ച സംഭവങ്ങൾ വർഷങ്ങളായിട്ട് നാം കേൾക്കുകയല്ലേ? ഏത് KNMൻ്റെ പ്രവർത്തകൻ്റെ വീട്ടിലാണ് ഒരു നാടൻ ബോംബ് പൊട്ടിത്തെറിച്ചത്? എന്നിട്ടാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ ഈ മഹത്തായ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് യാതൊരു ലജ്ജയുമില്ലാതെ ചില മാധ്യമങ്ങൾ എഴുതിവിടുന്നത്. KNMൻ്റെ കീഴിലുള്ള 1000-ൽ പരം വരുന്ന മസ്ജിദുകളിൽ വെള്ളിയാഴ്ചകൾ തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് ഖുതുബകൾ ശ്രവിക്കുന്നത്. KNM നടത്തുന്ന പ്രഭാഷണ പരമ്പരകൾ നേരിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളാണ് ശ്രവിക്കുന്നത്. ഈ ഖുതുബകളിലും പ്രഭാഷണങ്ങളിലും ഭീകരതയെയും തീവ്രവാദത്തെയും വർഗീയതയെയും ദേശവിരുദ്ധ നിലപാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വചനങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേരളം ഭീകരവാദികളെയും തീവ്രവാദികളെയും വർഗീയവാദികളെയും ദേശവിരുദ്ധരെയും കൊണ്ട് നിറക്കപ്പെടുമായിരുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുള്ള ഈ കേരളത്തിൽ ഇതുവരെയും ഇസ്ലാമിൻ്റെ പേരിൽ ഒരു ഭീകരാക്രമണം അരങ്ങേറിയിട്ടില്ല. അതിനേറ്റവും അധികം പ്രശംസ അർഹിക്കുന്ന ഏത് പ്രസ്ഥാനമാണെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഞാൻ പറയുന്നത് KNM ആണെന്ന്. എന്നിരിക്കെ KNMൻ്റെ കീഴിലുള്ള 1000-ൽ പരം വരുന്ന മസ്ജിദുകളിൽ ഖുതുബ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ 1-2 ആളുകൾ ഭീകരരുടെ വെബ്സൈറ്റുകളിൽ നിന്നും തെറ്റായി ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ KNMൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലോ KNMുമായി അടുത്ത വ്യക്തികളോ നടത്തുന്ന സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്ന അനേകം ആളുകളിൽ 1-2 ആളുകൾ ഭീകരരുടെ വെബ്സൈറ്റുകളിൽ നിന്നും തെറ്റായി ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ KNMൻ്റെ പേരിലും അതിൻ്റെ പോഷക സംഘടനകളുടെ പേരിലും സ്ഥാപനങ്ങളുടെ മേലിലും സ്ഥാപനം നടത്തുന്നവരുടെ പേരിലും ഈ നുണപ്രചരണം നടത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്, എന്ത് ധർമ്മമാണുള്ളത്, എന്ത് നീതിയാണുള്ളത്? മനുഷ്യ മനസ്സുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭീകര ചിന്തകളെയും സ്വാർത്ഥതയെയും വിഡ്ഢിത്തരങ്ങളെയും കുറിച്ച് അറിയാനുള്ള മാനുഷികമായ കഴിവൊന്നും പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് മനുഷ്യർക്ക് നൽകിയിട്ടില്ല. ദേവാലയത്തിൻ്റെ അൾത്താരയിൽ എല്ലാവരെയും സാക്ഷിയായി ഇണയായി സ്വീകരിച്ച ഭർത്താവിനെയല്ലേ കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ ഭാര്യ പൊട്ടാസ്യം സയനൈഡ് നൽകി ക്രൂരമായി വധിച്ചത്? കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തൊരു സ്ത്രീയല്ലേ കൊടും ക്രൂരകൃത്യം ചെയ്തത്? കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് അർദ്ധരാത്രി ഭാര്യ കാമുകന് കതക് തുറന്നു കൊടുക്കുകയും കാമുകനോടൊപ്പം ഒത്തുചേർന്ന് ഉറങ്ങിക്കിടന്ന പാവം ഭർത്താവിൻ്റെ കഴുത്ത് നിഷ്ഠൂരമായി അറുത്തുമാറ്റിയ വാർത്ത പഞ്ചാബിൽ നിന്നല്ല 1-2 ആഴ്ചകൾക്ക് മുൻപ് നാം കേട്ടത്. അതായത് ഒരേ വീട്ടിൽ, ഒരേ മുറിയിൽ, ഒരേ കട്ടിലിൽ, ഒരേ കിടക്കയിൽ സ്പർശിച്ച് കിടക്കുന്ന ഭർത്താവിൻ്റെ മനസ്സ് ഭാര്യയ്ക്കും ഭാര്യയുടെ മനസ്സ് ഭർത്താവിനും അറിയാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മനസ്സും മനോഭാവവുമെല്ലാം മറ്റുള്ളവർക്ക് അറിയാൻ കഴിയുന്നത്? ഈ യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് എന്തിനീ നുണപ്രചരണങ്ങൾ നടത്തുന്നു? നിങ്ങൾക്കറിയാം, ഞാനൊരു പ്രഭാഷണത്തിന് വന്നാൽ ഞാൻ സംഘാടകരോട് ചോദിക്കും ഏതാണ് പ്രഭാഷണത്തിൻ്റെ വിഷയം. ആ വിഷയത്തിലേക്ക് കടക്കും. ISMനെയോ KNMനെയോ MSMനെയോ ഒന്നും സംബന്ധിച്ച് ഞാൻ അധികം പറയാറില്ല. പറയേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടക്കുമ്പോൾ അത് പറയേണ്ടത് എൻ്റെ ബാധ്യതയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ KNMൻ്റെ ആലോചനാ സഭ അംഗമല്ല, സ്റ്റേറ്റ് കമ്മിറ്റി അംഗമല്ല, ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗമല്ല, മണ്ഡലം കമ്മിറ്റി അംഗമല്ല, ശാഖാ കമ്മിറ്റി അംഗമല്ല, പ്രാഥമിക അംഗത്വം പോലും എനിക്കില്ല. ഒരു സംഘടനയോടും അംഗത്വം എനിക്കില്ല. അംഗത്വം KNMൻ്റേത് എടുക്കാത്തത് KNMന് കുഴപ്പമുള്ളത് കൊണ്ടല്ല,
ഞാൻ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കേനമിന് ഉണ്ടാകാതിരിക്കാനാണ്. നിങ്ങൾക്കറിയാം, ഞാനൊരു മുസ്ലിമായിട്ടാണ് ജനിച്ചതെങ്കിലും ഇസ്ലാം എന്തെന്നറിയാതെയാണ് ഞാൻ വളർന്നത്. 94-95 കാലഘട്ടത്തിലാണ് ഞാൻ ഇസ്ലാമിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. അങ്ങനെ കേരളത്തിലെല്ലാം ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളുടെ മനസ്സുകളിൽ ഒരു സംഘർഷമുണ്ടാകും. വെള്ളിയാഴ്ചകളിൽ ഖുതുബ ശ്രവിക്കാൻ ഏത് മസ്ജിദിലാണ് പോകേണ്ടത്? ഒരു നല്ല മുസ്ലിമായി ജീവിക്കാനും ഒരു നല്ല മുസ്ലിമായി മരിക്കാനും ഒരു സംഘടനയുടെയും അംഗത്വം അനിവാര്യമല്ല. എന്നാൽ വെള്ളിയാഴ്ചകളിൽ ഖുതുബ നാം ശ്രവിക്കുമ്പോൾ അത് ഖുർആനിക പ്രവാചക കൽപ്പനകൾക്ക് അനുസൃതമായിട്ടാണോ എന്ന് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാനും പരിശോധിച്ചു സംഘടനകളെ സംബന്ധിച്ച്. അന്ന് കേനം പിളർന്നിട്ടില്ല. കേരളത്തിൽ 4 പ്രധാന പ്രസ്ഥാനങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. മഹാഭൂരിപക്ഷം കേരളത്തിലെ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 2 പ്രസ്ഥാനങ്ങൾ. അതൊന്നായിരുന്നു, പിന്നീട് പിളർന്നതാണ്. ഈ 2 പ്രസ്ഥാനങ്ങളും വ്യക്തമായി ശിർക്കിനെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവയായതുകൊണ്ട് ഈ 2 പ്രസ്ഥാനങ്ങളിലേക്ക് ചേരുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് മറ്റു 2 പ്രസ്ഥാനങ്ങൾ, ഒന്ന് കേനമും മറ്റൊരു പ്രസ്ഥാനവും. ഈ 2 പ്രസ്ഥാനങ്ങളും വ്യക്തമായി ശിർക്കിനെ എതിർക്കുന്നവയായതുകൊണ്ട് ഇവ തമ്മിലുള്ള ആദർശ വ്യത്യാസങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് പുല്ലേപ്പടി മസ്ജിദാണ്, ബാബു ഷെട്ടെല്ലാമുള്ള പുല്ലേപ്പടി മസ്ജിദ്. അവർ കേനമുമായി അടുത്തവരായതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് കേനം പ്രവർത്തകരായിട്ടും നേതൃത്വത്തിലുള്ളവരുമായി അടുത്തു. പലപ്പോഴും കേനമിൻ്റെ നേതൃത്വത്തിലുള്ളവരും പ്രവർത്തകരും ഈ 2 പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ആദർശ വ്യത്യാസം പഠിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പഠിച്ചിട്ടില്ല. 1-2 പ്രഭാഷണങ്ങളിൽ ഞാൻ 1-2 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാവക്കാട് ഒരു മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ചോദ്യോത്തര വേളയിൽ സദസ്സിൽ നിന്നും ഒരു സാധാരണക്കാരനെ പോലെ മഹാനായ ഉമ്മർ മൗലവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൈക്ക് യാചിക്കുകയാണ്, കോഡ്ലെസ് മൈക്ക്. അവസാനം കിട്ടിയപ്പോൾ എന്നോട് ചോദിച്ചു, മേത്തർ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തൗഹീദിൻ്റെ അടിത്തറയുണ്ടല്ലോ, ഫാത്തിഹയിൽ 5-ാം വചനം. അതിന് കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് നൽകുന്നത്. ഇവിടുത്തെ 2 പ്രസ്ഥാനക്കാർ പറയുന്നത് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കാമെന്നും ഖബറാരാധന നടത്താമെന്നും മരിച്ചവരോട് പ്രാർത്ഥിക്കാമെന്നുമെല്ലാമാണ്. കേനം പറയുന്നത് അവിടെ ആരാധന ഇബാദത്തിന് അനുസരണ എന്നർത്ഥം മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു പ്രസ്ഥാനം പറയുന്നത് ആരാധനക്കൊപ്പം അനുസരണയുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിച്ചാൽ അത് ശിർക്കാണ്, നാം നരകത്തിൽ പോകും. അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും അനുസരിച്ചാൽ നാം നരകത്തിൽ പോകും. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരെയും അനുസരിക്കരുത് എന്നാണ് ആ പ്രസ്ഥാനക്കാർ പറയുന്നത്. ഇതിലേതാണ് മേത്തർ ശരി? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ കാൽനടയായും വാഹനത്തിലും സഞ്ചരിച്ച് പട്ടിണി കിടന്നു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ്റെ യഥാർത്ഥ അർത്ഥം കേരളത്തിലെ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് പ്രവർത്തിച്ച മഹാനായ മനുഷ്യനാണ്. സാധാരണക്കാരനെ പോലെ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാഞ്ഞിട്ടല്ല, സദസ്സിനെ ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ ആ സംഘാടകർ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് സൗജന്യമായിട്ടാണ് വിട്ടു തന്നത്. അവർ വ്യക്തമായൊരു വ്യവസ്ഥ വെച്ച് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യരുത്. കൂടാതെ ഞാൻ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുമില്ല. അതുകൊണ്ട് മഹാനായ ഉമർ മൗലവിയുടെ മനസ്സ് നൊമ്പരപ്പെടുത്താതെ ഞാൻ പറഞ്ഞു, ബൈബിളിൽ യോഹന്നാൻ പ്രവാചകൻ യേശുവിനെ സംബന്ധിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. യേശുവിൻ്റെ പാദങ്ങളിൽ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്ന്. അതുപോലെ മഹാനായ ഉമർ മൗലവിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള പാണ്ഡിത്യമോ കെൽപ്പോ അറിവോ കഴിവോ എനിക്കില്ല. ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിലും മനസ്സ് നൊമ്പരപ്പെടാതെ അദ്ദേഹം ഇരുന്നു. പിന്നീട് 1-2 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് വന്നപ്പോൾ പട്ടാളം പള്ളിയിൽ ഞാൻ മഗ്‌രിബ് നമസ്കരിക്കാൻ കയറി. നമസ്കരിച്ച് പുറത്തേക്ക് വരുന്നതിനിടയ്ക്ക് അവിടെ ഉമർ മൗലവി കുറച്ച് ആളുകളും ഇരിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഞാൻ ഓടി ഉമർ മൗലവിയുടെ അടുത്തോട്ട് ചെന്നതാണ്. ഒരു നോട്ടീസ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എന്നോടൊന്ന് വായിക്കണമെന്നതാണ്. ഇവിടെ അനുസരണ എന്ന അർത്ഥമില്ലാത്തതാണ് ആ നോട്ടീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഞാനിത് വായിച്ചിട്ട് ഉമർ മൗലവിയോട് പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി വിജയിച്ച മട്ടിൽ ഉമർ മൗലവി പറഞ്ഞു, ഈ മേത്തറുണ്ടല്ലോ രഹസ്യമായി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പരസ്യമായി എന്നെ കൈയൊഴിയുകയും ചെയ്യും. ചാവക്കാട് വെച്ച് ഞാൻ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയതിന് മധുരമായൊരു പ്രതികാരമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഈ അർത്ഥം പഠിച്ചില്ല.
ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു അടുത്ത ബന്ധു വന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വിശദീകരിക്കണം, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു ചെറിയൊരു സംവാദം നടത്തണം. അങ്ങനെ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചു. KNMൻ്റെ പല പ്രഭാഷകരുടെയും പ്രഭാഷണങ്ങൾ ഞാൻ ശ്രവിച്ചു. അവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഇബാദത്തിന് ആരാധന എന്നർത്ഥം മാത്രമേ ഉള്ളൂ. അനുസരണ എന്നർത്ഥം നൽകിയാൽ അത് ഭീകരതയിലേക്കും തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും ദേശവിരുദ്ധ നിലപാടുകളിലേക്കും നമ്മെ കൊണ്ടുപോകും. ഈസാ നബി അലൈഹിസ്സലാമെ ആരാധിക്കുന്നത് തിന്മയാണ്, അനുസരിക്കുന്നത് നന്മയാണ്. അപ്പോൾ ആരാധനയും അനുസരണയും ഒന്നാകുകയില്ല. അതുമാത്രമല്ല, ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും ഒരു മുസ്ലിമിനോടും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല. ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും മുസ്ലിങ്ങളോട് മദ്യപിക്കണമെന്നും വ്യഭിചരിക്കണമെന്നും സ്വവർഗരീതിയിൽ ഏർപ്പെടണമെന്നും അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്തണമെന്നും കൃത്രിമക്ഷാമം ഉണ്ടാക്കണമെന്നും അങ്ങനെ പല തിന്മകൾ ചെയ്യണമെന്നും നിർബന്ധിക്കുന്നില്ല. ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും ഒരു മുസ്ലിമിനോട് നമസ്കരിക്കരുതെന്നും മസ്ജിദുകളിൽ പോകരുതെന്നും അതുപോലെ തന്നെ മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറരുതെന്നും അങ്ങനെ നന്മകൾ മുസ്ലിങ്ങൾ ചെയ്യരുതെന്നൊന്നും ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും ഒരു മുസ്ലിം അനുസരിച്ചാൽ അതിൽ ശിർക്കില്ല, അനുസരിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന യാഥാർത്ഥ്യം അരനൂറ്റാണ്ടിന് മുൻപ് കേരള ജനതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭീകരതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെയും ദേശവിരുദ്ധ നിലപാടുകൾക്കെതിരെയും ശക്തമായി സംസാരിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഈ നുണപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 93-94 കാലഘട്ടത്തിലാണ് ഞാൻ KNMനെ സംബന്ധിച്ച് കേൾക്കുന്നത് തന്നെ. അതിനു മുൻപ് ആദ്യത്തെ ഗൾഫ് യുദ്ധ കാലഘട്ടത്തിൽ ഒരു പത്രവാർത്ത വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതിൻ്റെ ആളുകൾക്ക് വേണമെങ്കിൽ എന്നെ ശരിയായിരിക്കാം തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ആദ്യ ഗൾഫ് യുദ്ധത്തിൻ്റെ കാലഘട്ടം സദ്ദാം ഹുസൈൻ തെറ്റായിട്ട് കുവൈത്ത് അധീനപ്പെടുത്തി. അങ്ങനെ അമേരിക്കയും സഖ്യകക്ഷികളും സദ്ദാം ഹുസൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും കേരള ജനത ഒന്നാകെ സദ്ദാം ഹുസൈൻ ഒരു വീരപുരുഷനായി കണ്ടുകൊണ്ട് സദ്ദാം സ്ട്രീറ്റുകളെന്നും സദ്ദാം കോളനികളെന്നും ഇട്ട കാലം. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്രത്തിൽ ഞാനൊരു വാർത്ത വായിച്ചു, KNM ഒരു പ്രമേയം പാസാക്കി സദ്ദാം ചെയ്തത് തെറ്റാണ് എന്ന്. അന്ന് പലരും ചിലപ്പോൾ അമേരിക്കയുടെ വാലാട്ടിപ്പട്ടി എന്ന് വിളിച്ച് KNMനെ ആക്ഷേപിച്ചിരിക്കാം. പക്ഷെ ആ മനുഷ്യൻ ആ ചെയ്ത തെറ്റുണ്ടല്ലോ, അതാണ് പാശ്ചാത്യ ശക്തികൾക്ക് ഇന്ന് മധ്യേഷ്യയിൽ താണ്ഡവ നൃത്തമാടാനും ഐസിസിനെ പോലുള്ളവയെ സൃഷ്ടിക്കാനും പാഥേയമൊരുക്കിയത്. തെറ്റാണ് എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് KNMനും അതിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കുമുള്ളത്. പലപ്പോഴും ഇതിൻ്റെ നേതൃത്വത്തിലുള്ളവരുമായി ഒരുപാട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും ഭീകരതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെയും ദേശവിരുദ്ധ നിലപാടുകൾക്കെതിരെയും ശക്തമായി സംസാരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുവൈത്തിൽ ഞാനും മരിച്ചുപോയ AP അബ്ദുൽ ഖാദർ മൗലവിയും ഒരാഴ്ചയോളം ഒരു മുറിയിൽ താമസിച്ചിട്ടുണ്ട്. അന്ന് പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. KNMൻ്റെ പാരമ്പര്യത്തെ സംബന്ധിച്ചും അതുപോലെ ഭീകരതക്കും തീവ്രവാദത്തിനും വർഗീയതക്കും ദേശവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനെ കുറിച്ചെല്ലാം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഒരു പ്രഭാഷണത്തിന് ശേഷം ചോദ്യോത്തര വേളയിൽ മുർത്തദിനെ സംബന്ധിച്ചൊരു ചോദ്യം വന്നു എന്നോട്. ഞാൻ ഉത്തരം നൽകിയത് ഇപ്രകാരമാണ്: ഖുർആനിലെ ഏത് വചനങ്ങളും നാം വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാത്രം നോക്കിയാൽ പോരാ, ആ വചനമിറങ്ങിയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഖുർആനിലെ പൊതുവായ നിയമങ്ങളും നാം പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ചെറുത്തുനിൽപ്പ് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചെറുത്തുനിൽപ്പ് സമരങ്ങളുടെ ഘട്ടങ്ങളിൽ ചില ആളുകൾ കാലത്ത് മുസ്ലിമാകും, രാത്രി ഇതിൽ മുസ്ലിങ്ങളിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തിയിട്ട് രക്ഷപ്പെടും, മതം ഉപേക്ഷിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അവതീർണമായതാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഒരു മുസ്ലിം മാതാപിതാക്കൾക്ക് ഒരു സന്താനം ജനിക്കുന്നു, സ്വാഭാവികമായിട്ടും ഇസ്ലാം എന്തെന്നറിയാതെ മുസ്ലിമായി വളരുന്നു. ഒരു കാലഘട്ടത്തിൽ ആ ഇസ്ലാമിക വിശ്വാസം ആ മനുഷ്യൻ ഉപേക്ഷിച്ചാൽ അതിനർത്ഥം കഠിനമായ ശിക്ഷ നൽകണമെന്നല്ല എന്നതായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. കാരണം
ഖുർആനിലെ പല വചനങ്ങളുണ്ട്. രണ്ടാം അധ്യായത്തിൽ 256 വചനം, ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, മതകാര്യത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു. 76 അധ്യായത്തിലെ 3-ാം വചനം, ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നാം 2 പാതകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം, അല്ലെങ്കിൽ പ്രവാചകനോടുള്ള വിശദീകരണം അല്ലെങ്കിൽ കൽപ്പന. 88-ാം അധ്യായത്തിലെ 21ഉം 22ഉം വചനങ്ങൾ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, താങ്കളൊരു പ്രബോധകൻ മാത്രമാണ്, അവരുടെ മേൽ അധികാരം ചുമത്തേണ്ടവനല്ല. ഈ വചനങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ ഉത്തരം പറഞ്ഞു. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മേത്തറിൻ്റെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. തൊട്ടടുത്ത് AP അബ്ദുൽ ഖാദർ മൗലവി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹമാണ് പണ്ഡിതൻ, അദ്ദേഹത്തോട് ചോദിക്കുക. വാസ്തവത്തിൽ അവിടെ വെച്ച് AP പറഞ്ഞത്, എനിക്ക് മേത്തർ പറഞ്ഞ അഭിപ്രായമാണ് ശരിയെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇത് ഞാൻ പറയാനുള്ള കാരണം, വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകാം. വ്യക്തമായിട്ടൊരു, എനിക്ക് മുൻപ് പ്രസംഗിച്ച മൗലവി പറഞ്ഞില്ലേ, മിതസമുദായം, ആ ഒരു കാഴ്ചപ്പാടാണ് എന്നും KNM-നും അതിൻ്റെ നേതൃത്വത്തിനും ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മുടെ പ്രഭാഷകരിൽ ചിലർ ആവേശം കൊണ്ടായിരിക്കാം ചിലപ്പോൾ മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരിക്കലും ഭീകരതയെയും തീവ്രവാദത്തെയും വർഗീയതയെയും ദേശവിരുദ്ധ നിലപാടുകളെയും ഈ പ്രഭാഷകർ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. KNM-ന്റെ നേതൃത്വത്തിനും KNM-ന്റെ പ്രവർത്തകർക്കും ഖുതുബ ശ്രവിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ചില ബാധ്യതകളുണ്ട്. ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഖുതുബ ശ്രവിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റായ രീതിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു എന്നൊരു ലാഞ്ചനയുണ്ടെങ്കിൽ അവരെ തിരുത്തണം. എന്നിട്ടും അവർ തിരുത്താൻ തയ്യാറാകുന്നില്ല എങ്കിൽ അധികാരികളെ, അതായത് KNM നേതൃത്വത്തെ അറിയിക്കണം. അവർ കൗൺസിലിംഗ് നടത്തും. കൗൺസിലിംഗ് നടത്താതെ ആരെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് ഉടനെ പിടിച്ച് അവരെ ഭീകരവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം തുലക്കുന്നതല്ല യഥാർത്ഥ ലക്ഷ്യം. മറിച്ച് കൗൺസിലിങ്ങിലൂടെ ഒരുപാട് ആളുകളെ നമുക്ക് തിരുത്താനും മാറ്റിമറിക്കാനും കഴിയും. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗമായ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾസ് 19 മുതൽ 29 വരെ പ്രബോധകരും പ്രഭാഷകരും ഖുതുബ നടത്തുന്നവരും വായിച്ചിരിക്കേണ്ടതാണ്. മതസ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ കടിഞ്ഞാണില്ലാത്തതല്ല മതസ്വാതന്ത്ര്യം. നമുക്ക് മറ്റുള്ളവരുടെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന രീതിയിലൊന്നും പ്രസംഗിക്കാൻ സാധിക്കില്ല. അതിനർത്ഥം നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പാടില്ല എന്നതല്ല. യുക്തിഭദ്രമായിട്ട് താരതമ്യ പഠനത്തിലൂടെ മതവിശ്വാസം നമുക്ക് പറയാം. അതിനാരും എതിർക്കേണ്ട കാര്യമില്ല. മറിച്ച് അവഹേളിക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിലുള്ള മതപ്രഭാഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ചില മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് മുസ്ലിങ്ങൾക്ക് ആ നൊമ്പരമുണ്ട്. മുസ്ലിങ്ങൾ അപമാനിക്കുന്ന, അവഹേളിക്കുന്ന രീതിയിലുള്ള മതപ്രഭാഷണങ്ങൾ ഉണ്ടല്ലോ, അവർക്കെതിരായിട്ട് നടപടികളില്ലല്ലോ. മറിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല നടപടികളും നമുക്കറിയാം. ബീഫിൻ്റെ പേരിൽ നിരപരാധികളെ തല്ലിക്കൊല്ലുന്നു, അവർക്കെതിരായിട്ട് നടപടികളില്ല. മറിച്ച് ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെ നടപടി. ഭാരതത്തിലെ മുസ്ലിങ്ങൾ മുഴുവനും മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന മുസ്ലിങ്ങളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചവർക്കെതിരെ നടപടിയില്ല. പക്ഷെ ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ കുഴപ്പമല്ല, ഭരണഘടനയുടെ കുഴപ്പമല്ല, നിയമങ്ങളുടെ കുഴപ്പമല്ല. ചില മതവും രാഷ്ട്രീയവും കൂടിക്കലർത്തുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണിതെന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശരി, അവർ മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രഭാഷണം നടത്തുകയല്ല, ഞങ്ങളും നടത്താമെന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് സാധ്യമല്ല. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ലാ തകൂനു ഇമ്മഅത്തൻ, നിങ്ങൾ ഇമ്മഅത്തീങ്ങളെ പോലെ ആകരുത്. അപ്പോൾ അനുയായികൾ ചോദിച്ചു, എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, ഇൻ അഹ്സനൻ നാസു അഹ്സന വ ഇൻ അസാഉ അസഅന. ജനങ്ങൾ നന്മ ചെയ്താൽ ഞങ്ങളും നന്മ ചെയ്യും, ജനങ്ങൾ തിന്മ ചെയ്താൽ ഞങ്ങളും തിന്മ ചെയ്യുമെന്ന് പറയുന്ന വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടരുത്. വലാക്കിൻ വത്തീനു അൻഫുസക്കും, നഫ്സിനോട് നിങ്ങൾ അതിക്രമം ചെയ്യരുത്. ഉദാഹരണത്തിന്, ഒരു വർഗീയ കലാപം നടക്കുമ്പോൾ ഏതെങ്കിലും ഇതര മതവിഭാഗത്തിലൊരാൾ വന്നൊരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ തിരിച്ചങ്ങനെ അമുസ്ലിങ്ങളോട് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. അല്ലെങ്കിൽ നിരപരാധികളെ കൊന്നൊടുക്കിയാൽ തിരിച്ചതുപോലെ ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കരുത് എന്ന വ്യക്തമായ നിർദ്ദേശങ്ങളും ഉത്ബോധനങ്ങളും നമുക്കുണ്ട്. അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത് പീസ് സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. കേട്ടപ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. ഒരു വാർത്ത പത്രങ്ങളിൽ എഴുതിയിരിക്കുന്നത് CBSE അഫിലിയേഷൻ ഇല്ലാതെ സ്കൂൾ നടത്തി എന്നതാണ്. ഈ CBSE എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്.
ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഉദ്യോഗസ്ഥന് ഇതിൻ്റെ അവകാശമൊന്നുമില്ല ഇതൊന്നും നോക്കേണ്ടത്. ഈ CBSE എഫിലിയേഷൻ നാം നേടുന്നത് 8ാം ക്ലാസ് കഴിഞ്ഞാലാണ് നോ ഒബ്ജക്ഷൻ എല്ലാം വാങ്ങേണ്ടത്. ഇങ്ങനെ CBSE എഫിലിയേഷൻ ഇല്ലാതെ 100 കണക്കിന് സ്കൂളുകളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ട് സ്കൂളിനെതിരെ മാത്രം ഈ മനുഷ്യനെടുത്ത നടപടി എത്രമാത്രം ശരിയാണ് എന്ന് ഇവിടുത്തെ ഭരണകർത്താക്കൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, പത്രങ്ങളിൽ കണ്ട വാർത്ത അവിടെ മതപഠനം മാത്രമേ നടത്തുന്നുള്ളൂ, അതല്ലാതെ സയൻസോ ബയോളജിയോ സുവോളജിയോ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നതാണ്. എനിക്ക് സ്കൂളുമായിട്ട് ബന്ധമില്ല, ഒരു സ്കൂളിൻ്റെ ആളുകളെയും എനിക്കറിയില്ല, എറണാകുളത്തെ സ്കൂളിൻ്റെ ആളുകളെ ഒഴിച്ച്. സ്വാഭാവികമായിട്ടും എറണാകുളത്തെ സ്കൂളിൻ്റെ ആളുകളോട് ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം, കാരണം ഞാൻ പുറത്തുള്ള ഒരാളാണ്, എനിക്കറിയണമല്ലോ. അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞത് 70 ടീച്ചിങ് സ്റ്റാഫുകളിൽ 30ഓളം അമുസ്ലിങ്ങളാണ്. ഈ അമുസ്ലിങ്ങൾ ഖുർആനും ഹദീസുമാണോ പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. അവർ പഠിപ്പിക്കുന്നത് മാത്സും സയൻസും ബയോളജി എല്ലാമാണ്. എന്തിനാണ് ഈ നുണപ്രചരണം നടത്തുന്നത്? മൂന്നാമതായിട്ട് പത്രങ്ങളിൽ കണ്ടത് മതസ്പർദ്ധയുണ്ടാക്കുന്ന സിലബസ് ഉണ്ട് എന്നതാണ്. ഈ മതസ്പർദ്ധയുണ്ടാക്കിയെന്നൊരു പരാതി എറണാകുളം സ്കൂളിൽ പഠിക്കുന്ന അമുസ്ലിം വിദ്യാർത്ഥികൾക്കില്ല, അമുസ്ലിം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കില്ല, അമുസ്ലിം അധ്യാപകർക്കില്ല, അമുസ്ലിം നോൺ ടീച്ചിങ് സ്റ്റാഫിനില്ല. ഏതായാലും സോഷ്യൽ മീഡിയയിൽ നിന്നും ഞാൻ സിലബസിൻ്റെ ഒരു ഭാഗം കണ്ടു, 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ചൊരു സിലബസ്. എൻ്റെ അഭിപ്രായത്തിൽ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പാടില്ലാത്തതാണത്. ആ സിലബസ് ഒരിക്കലും ഒരു ഭീകരതയെയോ തീവ്രവാദത്തെയോ വർഗീയതയോ ദേശവിരുദ്ധ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയെ പഠിപ്പിക്കേണ്ടതല്ല ആ ഭാഗം. ഞാൻ ചോദിച്ചു, എന്തിന് ഈ സിലബസ് നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വിശദീകരണം, ഈ പുസ്തകം ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകമാണ്. അതിലൊരുപാട് മനോഹരങ്ങളായ ചിത്രങ്ങളുണ്ട്, മനഃശാസ്ത്രപരമായ ഒരുപാട് പാഠങ്ങളുണ്ട്, അതുപോലെ തന്നെ കുട്ടികളിൽ നന്മ വളർത്തുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അതോടൊപ്പം 1-2 പാഠങ്ങളിൽ തെറ്റായിട്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ വ്യക്തമായിട്ട് എല്ലാ സ്കൂളിലെയും പ്രിൻസിപ്പൽമാർക്ക് ബോർഡിൻ്റെ ആളുകൾ വ്യക്തമായ ഒരു ലെറ്റർ നൽകിയിട്ടുണ്ടായിരുന്നു, എഴുത്ത്, ഇന്ന അധ്യായങ്ങൾ പഠിപ്പിക്കാം, ഇന്ന അധ്യായങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന്. മറ്റൊന്ന് എനിക്ക് കേട്ടപ്പോൾ വളരെയധികം വേദന തോന്നിയത് എറണാകുളത്തെ ആ സ്കൂളിൻ്റെ ട്രസ്റ്റികളെ സംബന്ധിച്ച് മതസ്പർദ്ധയുണ്ടാക്കി എന്നതാണ്. കാരണം ഈ ട്രസ്റ്റികൾ ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു എന്നല്ലാതെ ആ സ്കൂളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൽ ഒരു ട്രസ്റ്റിയുടെ അടുത്ത സുഹൃത്ത് ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനാണ്. ബാലസുബ്രഹ്മണ്യം എന്നോട് വേദനയോടെ പറഞ്ഞത്, അവർ ഒരുമിച്ച്, ഈ ട്രസ്റ്റിയും ബാലസുബ്രഹ്മണ്യവും ഒരുമിച്ച് വിദേശയാത്രകൾക്ക് പോകുമ്പോൾ ബാലസുബ്രഹ്മണ്യം ബ്രാഹ്മണനായതുകൊണ്ട് മാംസാഹാരം കഴിക്കാത്തത് കൊണ്ട് ഈ ട്രസ്റ്റിയും ഒരാഴ്ചയോളം മാംസാഹാരം കഴിക്കില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരാളൊഴിച്ച് ബാക്കി 99% അമുസ്ലിങ്ങളാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചാണ് ഈ നുണപ്രചരണങ്ങൾ ഈ മാധ്യമങ്ങൾ നടത്തിയതെന്ന് ഓർക്കുക. ഞാനപ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചു. എൻ്റെ ഓഫീസിൻ്റെ പേര് അയ്യർ ആൻഡ് അയ്യർ അഡ്വക്കേറ്റ്സ് എന്നതാണ്. അതിൽ എൻ്റെ 2 സീനിയേഴ്സ് ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഒന്ന് ജസ്റ്റിസ് TL വിശ്വനാഥ് അയ്യരും ജഡ്ജിയായിരുന്ന ശിവസ്വാമി അയ്യരും. അവരുടെ പേരിലാണ് അയ്യർ ആൻഡ് അയ്യർ അഡ്വക്കേറ്റ്സ് എന്നിട്ടേക്കുന്നത്. ഈ ഓഫീസിൽ ഞാനും അശോകനും മാത്രമാണ് പാർട്ട്നേഴ്സ്. അശോകന KNMൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഞാനും അശോകനും 1984 മുതലുള്ള ബന്ധമാണ്. ഈ 32 കൂടുതൽ വർഷങ്ങളിൽ എൻ്റെ കൂടപ്പിറപ്പുകളെക്കാളും എൻ്റെ സന്താനങ്ങളെക്കാളും അതുപോലെ അശോകൻ്റെ കൂടപ്പിറപ്പുകളെക്കാളും അശോകൻ്റെ സന്താനങ്ങളെക്കാളും കൂടുതൽ സമയം ഞങ്ങളാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ സ്ഥാപനത്തിൽ ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഇത് ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ കീഴിൽ 6 ജൂനിയർമാരുണ്ട്, 3 ക്ലർക്കുമാരുണ്ട്, 3 സ്റ്റെനോകളുണ്ട്. ഒരൊറ്റ മുസ്ലിമില്ല. മുസ്ലിമിന് എടുക്കാത്തതല്ല. വന്നതാരാണ്? ജാതി മതമൊന്നും ഞാനൊന്നും നോക്കാറില്ല. എൻ്റെയും സഹോദരങ്ങളുടെയും ഒരുമിച്ചുള്ള സ്ഥാപനങ്ങളുണ്ട്, 1-2 മുസ്ലിങ്ങൾ കാണും. അവിടെ മറ്റുള്ളവരെല്ലാം അമുസ്ലിങ്ങളാണ്. ഒട്ടുമിക്ക എറണാകുളത്തെയും, എനിക്ക് ഇവിടുത്തെ അറിയില്ല. ഞാനൊരു കാര്യം പറയാം, ഈ വർഗീയത ഒട്ടുമില്ലാത്ത മതസഹിഷ്ണുത ശരിക്കുമുള്ള വർഗം ഏതാണ് കേരളത്തിലെന്ന് ചോദിച്ചാൽ ഞാൻ സംശയമില്ലാതെ പറയും മുസ്ലിങ്ങളാണെന്ന്. ഒരുപാട് അമുസ്ലിങ്ങൾ ഈ യാഥാർത്ഥ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി, അദ്ദേഹം ഇപ്പോഴിൽ എൻ്റെ ഒരു വലിയൊരു സുഹൃത്തായിരുന്നു, ഇപ്പോൾ പുറത്താണ്. ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, മായൻ വളരെ മതസൗഹാർദ്ദം പുലർത്തുന്ന ആളാണ് എന്ന്. ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് താങ്കളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട.
ഞാനും അശോകനും പോലുള്ളൊരു ബന്ധം കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അധികാരികളോടും മാധ്യമങ്ങളോടും കൈകൂപ്പി ഒന്ന് പറയുന്നത്, മതസഹിഷ്ണുതയെക്കുറിച്ച്, മതസൗഹാർദ്ദത്തെക്കുറിച്ച് ദയവ് ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കരുത് എന്നതാണ്. ഈ പി സ്കൂളിൻ്റെ ഡയറക്ടറായിട്ടുള്ള അക്ബർ, ഞാൻ 95-ലാണ് അക്ബറിനെ പരിചയപ്പെടുന്നത്. നിഷിൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. ആ 95 കാലഘട്ടത്തിൽ എറണാകുളത്തെ തെരുവുകളിൽ നിഷിൻ്റെ ഒരു പോസ്റ്റ് അടിച്ചിറക്കിയിരുന്നു. ലൈസ മിന്നാമൻ ദഅ ഇലാ അസബിയത്തിൻ വഖാതല ഇലാ അസബിയത്തിൻ വമാത ഇലാ അസബിയത്തിൻ, വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവരല്ല എന്ന പോസ്റ്ററായിരുന്നു. 1995-ലായിരിക്കണം അത്. അവസാനമായിട്ട് ഞങ്ങൾ ഒരു വേദിയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രസംഗിച്ചത് സെപ്റ്റംബർ 11 ശേഷം 2001-ലോ 2002-ലോ ആയിരിക്കും. ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതം എന്ന തലക്കെട്ടിൽ ഭീകരതയ്ക്കും തീവ്രവാദത്തിനും വർഗീയതയ്ക്കും ദേശവിരുദ്ധ നിലപാടുകൾക്കുമെതിരെയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഞങ്ങൾ പ്രസംഗിച്ചത്. അതിനുശേഷം ഞാൻ നിഷിൻ്റെ വേദികളിലില്ലാത്തത് എനിക്ക് സംവാദങ്ങളോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, താരതമ്യ പഠനത്തോടുള്ള വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. പക്ഷെ പല പ്രാവശ്യവും അക്ബറിൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവിടുത്തെ കേരളത്തിലെ അറബി അധ്യാപകർക്ക് ശമ്പളം പോലും നൽകുന്നത് ഗവൺമെൻറ്റാണ്. ഇത്രയധികം മുസ്ലിങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്ന ഈ രാജ്യത്തെ നാം സ്നേഹിക്കണം, ഒരിക്കലും ദേശവിരുദ്ധമായൊരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്ന്. എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെ ഒറ്റപ്പെടുത്തുന്നത്? ഈ ശൂന്യതയിലേക്ക് കടന്നു വരാൻ പോകുന്നത് വളരെ അപകടകാരികളായ ആളുകളായിരിക്കുമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയില്ല. ഇസ്ലാമിനു വേണ്ടി ജീവിക്കുക, ഇസ്ലാമിനു വേണ്ടി മരിക്കുക എന്ന ഒരു ഭാഗം പി സ്കൂളിൻ്റെ സിലബസിലുണ്ട്. അത് ഐസിസിൽ ചേരാനുള്ള ആഹ്വാനമാണെന്നാണ് ചില പത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇസ്ലാമിനു വേണ്ടി ജീവിക്കുക, ഇസ്ലാമിനു വേണ്ടി മരിക്കുക, അള്ളാഹുവിനു വേണ്ടി ജീവിക്കുക, അള്ളാഹുവിനു വേണ്ടി മരിക്കുക എന്ന തത്വവും ആദർശവും ഐസിസിൽ ചേരാനുള്ള ആഹ്വാനമായിട്ടോ നിരപരാധികളെയും അമുസ്ലിങ്ങളെയും കൊന്നൊടുക്കാനുള്ള യുദ്ധകാഹളമായിട്ടോ നിർബന്ധ മതപരിവർത്തനം നടത്താനും ആരാധനാലയങ്ങൾ തകർക്കാനുമുള്ള പോർവിളിയായിട്ടോ ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടില്ല. ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെയും സർവ്വ വസ്തുക്കളെയും ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനെ മാത്രം ദൈവമായി അംഗീകരിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചും അവനോട് മാത്രം ദൈവിക സഹായം തേടിയും അവൻ കൽപ്പിച്ച നന്മകൾ ചെയ്തും അവൻ വിരോധിച്ച തിന്മകളിൽ നിന്നും മാറി നിൽക്കുക എന്നതാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന തത്വത്തിൽ നിന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. ആരും കാണാതെ, ആരും അറിയാതെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ, കണക്കുകൾ കൃത്രിമം കാണിച്ച് സമ്പത്ത് സ്വരൂപിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും അള്ളാഹുവിനുള്ള സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ അധർമ്മത്തിൻ്റെ പാതയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന തത്വത്തിൽ നിന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. ആരും അറിയാതെ, ആരും കാണാതെ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ പുലർത്താനുള്ള ഒട്ടനവധി അവസരങ്ങളുണ്ടായിട്ടും അതിനുള്ള മോഹം മനസ്സിലുണ്ടായിട്ടും അള്ളാഹുവിനോടുള്ള സ്നേഹത്താലും അള്ളാഹുവിനോടുള്ള വിശ്വാസത്താലും ഈ പ്രലോഭനങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നതാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന തത്വത്തിൽ നിന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. സമ്പത്തിനോട് സ്നേഹമുള്ളപ്പോഴും ആ സമ്പത്ത് കൊണ്ട് ഒരുപാട് ആഡംബര വസ്തുക്കളും ഉപഭോഗ വസ്തുക്കളും വാങ്ങണമെന്ന് ഉത്കടമായ ആഗ്രഹമുള്ളപ്പോഴും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമ്പത്ത് കൊണ്ട് വിശക്കുന്നവൻ്റെ വിശപ്പടക്കുകയും ചികിത്സിക്കാൻ പണമില്ലാത്ത രോഗിയെ സഹായിക്കുകയും ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും കടക്കേണിയിൽ അകപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ഫീസ് അടക്കാൻ പണമില്ലാതെ നെഞ്ചുപൊട്ടി കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന തത്വത്തിൽ നിന്നും ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാനായ ഭരണാധികാരിയായി ഉമർ ഇവിടെയില്ലല്ലോ, അതുകൊണ്ട് പാലിൽ വെള്ളം ചേർത്തുകൂടെ എന്ന ആ മാതാവിൻ്റെ നിർബന്ധം നിരസിച്ചുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഇവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഉറങ്ങാത്ത കണ്ണുകൾ കൊണ്ട് നമ്മെ വീക്ഷിക്കുന്ന പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനെ ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ വിസമ്മതിച്ച ദരിദ്ര ബാലികയുണ്ടല്ലോ, ആ ബാലികയാണ്
ഇസ്ലാമിനു വേണ്ടിയും അള്ളാഹുവിനും വേണ്ടി ജീവിക്കുന്നതിൻ്റെ പ്രതീകങ്ങളായി മുസ്ലിങ്ങളായി ഞാനും നിങ്ങളും അംഗീകരിക്കുന്നത്. അല്ലാതെ ഐസിസ്, അൽ ഖായിദ ഭീകരരുടെ ആദർശങ്ങളോ ആശയങ്ങളോ പ്രവർത്തനങ്ങളോ അല്ല. മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അവതീർണമായപ്പോൾ മദ്യം സ്പർശിക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ കാലത്തെ അനുയായികളുണ്ടല്ലോ. മദ്യത്തിന്റെ ബാരലുകൾ തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് മദ്യം വിൽപ്പന ഇനി നടത്തില്ല എന്ന് പറഞ്ഞ മദ്യവ്യാപാരികളുണ്ടല്ലോ. അവരാണ് ഇസ്ലാമിനു വേണ്ടി ജീവിക്കുക, ഇസ്ലാമിനു വേണ്ടി മരിക്കുക, അള്ളാഹുവിനു വേണ്ടി ജീവിക്കുക, അള്ളാഹുവിനു വേണ്ടി മരിക്കുക എന്ന ആദർശത്തിൻ്റെ വക്താക്കളായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതല്ലാതെ ഐസിസ്, അൽ ഖായിദ മുതലായ ഭീകരരെയോ അവരുടെ പ്രവർത്തനങ്ങളെയോ അല്ല. വ്യഭിചരിച്ച പുരുഷനെയും സ്ത്രീയെയും സ്വമേധയ പ്രവാചകന്റെ അടുത്ത് എത്തിക്കുകയും തൊഹീർനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള ആ മനസ്സുണ്ടാക്കിയല്ലോ. ആ മനസ്സും മനോഭാവവുമാണ് ഇസ്ലാമിനു വേണ്ടി ജീവിക്കുക, ഇസ്ലാമിനു വേണ്ടി മരിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്ന ആദർശമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത്. ആ മനസ്സും മനോഭാവവും അല്ലാതെ ഐസിസ്, അൽ ഖായിദക്കാരുടെ ഭീകര പ്രവർത്തനങ്ങളോ അവരുടെ ആശയങ്ങളോ അല്ല. അതുപോലെ തന്നെ ഒരു അതിക്രമകാരിയായ മുസ്ലിം നാമധാരി അക്രമിയായ ഒരു അമുസ്ലിമിനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ ഒരു മുസ്ലിം ഓടിച്ചെന്ന് ആ അമുസ്ലിമിനെ സംരക്ഷിക്കുകയും അതിക്രമകാരിയായ മുസ്ലിം നാമധാരിയെ തടയുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന ആദർശം കൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ നിരപരാധിയായ മുസ്ലിമിനെ സംരക്ഷിക്കുന്നതിനിടക്ക് രക്ഷകനായ ആ മുസ്ലിം മരിച്ചു പോയാൽ ആ മുസ്ലിമാണ് ഇസ്ലാമിന് വേണ്ടി മരിക്കുക, അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്ന ആദർശത്തിൻ്റെ വക്താക്കളായിട്ട് ഞാനും നിങ്ങളും കാണുന്നത്. അല്ലാതെ ഐസിസ്, അൽ ഖായിദ ഭീകരരെയോ അവരുടെ പ്രവർത്തനങ്ങളെയോ അല്ല. ഇനി നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ ഒരു അയൽ രാജ്യം അകാരണമായി ആക്രമിക്കുന്നു എന്ന് കരുതുക. ഈ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി പോരാടി മരിക്കുന്നൊരു മുസ്ലിം പടയാളിയുണ്ടെങ്കിൽ ആ മുസ്ലിം പടയാളിയാണ് ഇസ്ലാമിന് വേണ്ടി മരിച്ച, അള്ളാഹുവിന് വേണ്ടി മരിച്ച ആളുകളുടെ ഗണത്തിൽപ്പെടുന്നത് എന്നാണ് ഞാനും നിങ്ങളും കണക്കാക്കുന്നത്. അങ്ങനെ പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനോടുള്ള ബാധ്യതയും സ്വന്തത്തോടും ഇണയോടും സഹോദരങ്ങളോടും സന്താനങ്ങളോടും കൂടപ്പിറപ്പുകളോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും സർവ്വ മനുഷ്യരോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനെയാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, ഇസ്ലാമിന് വേണ്ടി മരിക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക, അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്ന ആദർശമായിട്ട് ഞാനും നിങ്ങളും കണക്കാക്കുന്നത്. അതല്ലാതെ ഐസിസ്, അൽ ഖായിദക്കാരുടെ ഭീകര പ്രവർത്തനങ്ങളെയോ അവരുടെ കാഴ്ചപ്പാടുകളെയോ അല്ല. ഈ സത്യം പല മാധ്യമ പ്രവർത്തകർക്കും മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ചില വാക്കുകളുടെ അർത്ഥവും ആശയവും അറിയണം. സത്യം, നീതി, ധർമ്മം, വിവേകം, ഇതിൻ്റെ അർത്ഥങ്ങൾ അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല, അവർ ഉറക്കം നടിക്കുകയാണ്. ഉറങ്ങുന്നവരെ എനിക്കും നിങ്ങൾക്കും വിളിച്ചെഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഈ പ്രചരണങ്ങൾ കേട്ട് ഒന്ന് രണ്ട് ആളുകൾ എന്നോട് വന്ന് ചോദിച്ചു, ഈ അവസ്ഥയിൽ നമുക്ക് പ്രബോധനം നടത്താൻ കഴിയുമോ എന്ന്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കിവിടെ പ്രബോധനം നടത്താൻ ലഭിച്ചിട്ടുള്ള അവകാശം ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ്. ഏതെങ്കിലും പ്രസിഡന്റിന്റെ ദാനമല്ല, പ്രധാനമന്ത്രിയുടെ ഔദാര്യമല്ല, ഭരണകർത്താക്കളുടെ ദയാവായ്പയല്ല. പൗരന്മാരെന്ന നിലയിൽ, ഇന്ത്യൻ സിറ്റിസൺസ് എന്ന നിലയിലുള്ള അവകാശങ്ങളാണ്. ആ ഭരണഘടനയുടെ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രബോധനം നടത്തണം. ഞാനും നിങ്ങളും പ്രബോധനം നടത്തിയിട്ടില്ല എങ്കിൽ ആ ശൂന്യതയിലേക്ക് ഭീകരതയെയും തീവ്രവാദത്തെയും വർഗീയതയെയും ദേശവിരുദ്ധ ചിന്തകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കടന്നു വരും. ആ ശൂന്യതയിലേക്ക് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മേലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും ഖബർപൂജയുടെയും വക്താക്കൾ കടന്നു വരും. ആ ദുരന്തം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ KNM-ന്റെ വേദികളിൽ പലപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസപരമായി മുന്നിട്ട് നിൽക്കുന്ന, സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ വരുന്നത് തടയാനുള്ള ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളും ഭീഷണികളും നടത്തുന്നത്. അവരോടെല്ലാം എനിക്കൊന്ന് പറയാനുണ്ട്. ഈമാൻ എന്ന വാക്കിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ എല്ലാം മനസ്സുകളിലുണ്ടെങ്കിൽ ഇത്തരമൊരു ഘട്ടത്തിലാണ് KNM-നോടൊപ്പവും ഇസ്ലാഹി പ്രസ്ഥാനങ്ങളോടൊപ്പവും ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കേണ്ടത്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ
ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, ന്യായത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിക്കുന്നുവെങ്കിൽ സത്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ടാണ് നിലകൊണ്ടതെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുപോലെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങൾ കാണുമ്പോഴും ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കും. ഒരിക്കലും നിയമത്തിന് വിരുദ്ധമായി, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് വിരുദ്ധമായി, അതിൻ്റെ പരിമിതികൾക്ക് വിധേയമായിട്ട് നാം പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടും പ്രബോധന രംഗത്ത് ശക്തമായിട്ട് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹുമ്മ ഹീന ലൽ കിതാബി വസ്സുന്ന വബിത്നാ മൽ ഈമാനി വത്തൗബ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.